നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചീരു, നീ എന്തായി കാണിക്കുന്നേ? ഇതൊന്നും ചെയ്യാൻ ഇവിടെ വേറെ ആരുമില്ലേ? എന്റെ ചിരു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഇപ്പൊ ഇത്തരം ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ കുഞ്ഞിനാ അതിന്റെ ദോഷം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കൂടെ കൂടെ ഇങ്ങോട്ട് കയറി വന്ന് എന്നെ ശല്യം ചെയ്യരുതെന്ന്? ഇതെന്തൊരു കഷ്ടം ഇത്. എന്താ വിനയ, രാവിലെ തന്നെ നിനക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ വന്നത് അച്ഛനെ കണ്ടൊരു കാര്യം പറയാനാ. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചീരുവിനെ കഷ്ടപ്പെടുന്നതിനെ കുറിച്ചാ. 9 മാസം ഗർഭിണിയായ ചീരുവിനെ കൊണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ വിഴുപ്പലക്കിക്കാൻ നാണമില്ല അമ്പിളി ചേച്ചി? ദേവനയ, നീ കാര്യം അറിയാതെ ഓരോന്ന് വിളിച്ച് പറയരുത്. ഇവിടെ തുണി കഴുകുന്നത് വാഷിംഗ് മെഷീനില്ല. ഭാനുവും അത് ചെയ്യുന്നതിനിടയിൽ ചീരു അത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിരിക്കാൻ കൊണ്ടുവന്നതാ. ഇതൊക്കെ എന്തിനാ ഇയാളെ ബോധ്യപ്പെടുത്തുന്നേ? എന്റെ വീട്ടിൽ വെച്ച് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നിങ്ങൾ ആരാത് ചോദിക്കാൻ? ആദ്യം സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക്, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കും. മറ്റുള്ളവരോ? നീ എന്താ ചീരു ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്നെ തള്ളി പറഞ്ഞാലും നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലാതാവുന്നില്ലല്ലോ. ആ, രഘുവേട്ടൻ കൂടി ഉണ്ടായിരുന്നോ? ഇതെന്ത് പണിയാ രഘുവേട്ടാ? നിങ്ങളുടെ ഡ്രസ്സ് അലക്കി തേച്ച് തരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാര്യയുടേതല്ലേ? ഗർഭിണിയായ എന്റെ ഭാര്യയെ കൊണ്ട് ജയിക്കുന്നത് എവിടുത്തെ മര്യാദയാ? രാവിലെ എന്നെ കയറി ഒരുമാതിരി വർത്താനം പറഞ്ഞ എന്റെ വിധം മാറും. പറഞ്ഞേക്കാം. ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. ചീര് വിരിച്ചിരിക്കുന്ന ഈ ഡ്രസ്സ് നിങ്ങളുടേതല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വലിയ ബിസിനസ്സുകാരനല്ലേ? ഭാര്യയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ജോലിക്കാരെ വെക്കണം. അല്ലാതെ ഒരു ഗർഭിണിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ല വേണ്ടത്. ചീരു ഇതൊക്കെ ചെയ്യുന്നത് നീ കണ്ടില്ലേടി? നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവന്റെയൊക്കെ വാലിരിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വരുമായിരുന്നോ? അയാൾ എന്തോ പുലമ്പുന്നതിനും രഘുവേട്ടൻ അമ്പിളി ചേച്ചിയെ വഴക്ക് പറയണ്ട. എനിക്ക് ഇവിടെ സ്വൈര്യം തരാതിരിക്കാനാ ഈ മനുഷ്യൻ വന്നേക്കുന്നത്. രഘുവേട്ടൻ അത് ഇയാളോട് ഇവിടുന്ന് പോകാൻ പറ. കേട്ടല്ലോ പിന്നെ, ചീരുവിനെയും കുഞ്ഞുങ്ങൾ ഓർത്ത് മാത്ര ഞങ്ങൾ നിന്നെ സഹിക്കുന്നേ. ഇവൾക്ക് നീ ഇവിടെ വരുന്ന ഇഷ്ടമല്ലെങ്കിൽ നീ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ തന്നെ ഇറക്കി വിടാനൊന്നും പറ്റില്ല രഘുവേട്ടാ. എന്റെ മക്കളെ ഇവിടെ വന്ന് കാണാനുള്ള അനുവാദം അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട്. അച്ഛൻ വരട്ടെ. ചീരുവിന്റെ വയറ്റിൽ വളർന്ന എന്റെ കുഞ്ഞിനോട് നിങ്ങൾ ഈ കാണിക്കുന്ന ക്രൂരത അച്ഛൻ കൂടി അറിഞ്ഞിട്ടാണോ എന്ന് എനിക്കൊന്നും അറിയണം. നിന്നോടല്ലേ പറഞ്ഞ് ഇറങ്ങി പോവാൻ? അവനെ തല്ലി രഘുവേട്ടന്റെ കയ്യാ നാറുന്നേ. രഘുവേട്ടൻ കമ്പനി പോ നോക്ക്. ഇവനെ ഞങ്ങൾ പറഞ്ഞു വിട്ടോളാം. ഓ അതെ രഘുവേട്ട, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലാത്തോണ്ടും എന്ത് വേണേലും ആവാം. രഘുവേട്ടന്റെ സമയം വിലപ്പെട്ടതാ. രഘുവേട്ടൻ പോവാൻ നോക്ക്. ഓ ഇറങ്ങിപ്പോ. അതെ, ചീരുവിന്റെ പ്രസവത്തിലൊന്നും ഞാൻ ആരുടെ തലയെ കെട്ടിവെക്കില്ല. അതിനുള്ള പണം വിനയൻ എവിടെന്നെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരും. അതുകൊണ്ട് ചീരുവിനെ ജോലി ചെയ്യിപ്പിച്ച ആരും ആ കാശ് ഈടാക്കാനൊന്നും നോക്കണ്ട. അവസാനമായിട്ട് പറയാ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ. ഇനി നിന്നെ ഇവിടെ ഞാൻ കണ്ട അതോടെ തീരുവല്ല.